നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക്. സംസ്ഥാനത്ത് വിഷു, ഈസ്റ്റർ, റംസാൻ എന്നിവ പ്രമാണിച്ച് വമ്പൻ ആനുകൂല്യങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിലക്കുറവിൽ നിരവധി ഉൽപ്പന്നങ്ങൾ ലഭ്യമാവുന്നതാണ്. 13 ഇന ഭക്ഷ്യക്കിറ്റ്, അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദ വിവരങ്ങളാണ് പങ്കുവെക്കുന്നത്. വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സംസ്ഥാനത്തെ സപ്ലൈകോയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും വിഷു, ഈസ്റ്റർ, റംസാൻ ഫെയറുകൾ ആരംഭിക്കുകയാണ്. ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് പീപ്പിൾസ് ബസാറിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ നിർവഹിച്ചു. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ പ്രത്യേകം ചന്തകൾ ആരംഭിക്കുന്നുണ്ട്. മറ്റ് ജില്ലകളിൽ സപ്ലൈകോയുടെ പ്രധാന ഔട്ട്ലെറ്റുകളിൽ ഫെയറിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സാമ്പത്തിക ബാധ്യത കൂടി കണക്കിലെടുത്താണ് വിപണന ഔട്ട്ലെറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. മാർച്ച് 30 വരെ റംസാൻ ഫെയറും ഏപ്രിൽ 10 മുതൽ 19 വരെ വിഷു, ഈസ്റ്റർ ഫെയറുകളും നടക്കും. മാർക്കറ്റിൽ നിലവിലെ ഉൽപ്പന്നത്തിൻ്റെ വിലയെ അപേക്ഷിച്ച് 40% വരെ വിലക്കുറവുണ്ടാവും. 285 രൂപ പൊതുവിപണിയിൽ വിലയുള്ള വെളിച്ചെണ്ണയ്ക്ക് 225 രൂപയാണ് സപ്ലൈകോയിലെ വില. അതുപോലെ തന്നെ 13 ഇനം നിത്യോപയോഗ സാധനങ്ങൾ 35% മുതൽ 40% വരെ വിലക്കുറവിൽ നൽകുന്നതാണ്. ഏറ്റവും കൂടുതൽ വിൽപ്പന വരുന്ന വിവിധ തരത്തിലുള്ള ബിരിയാണി അരിക്ക് പൊതുവിപണിയിൽ 85 രൂപ മുതൽ 120 രൂപ വരെ വിലയുണ്ട്. എന്നാൽ സപ്ലൈകോയിൽ 65 രൂപ മുതൽ 94 രൂപ വരെയാണ് വിവിധ ഇനം ബിരിയാണി അരിക്ക് വില ഈടാക്കുന്നത്. സവാള, ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഇവയ്ക്കെല്ലാം തന്നെ വിലക്കുറവുണ്ടാവും. അതുപോലെ തന്നെ സംസ്ഥാനത്തെ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് കേന്ദ്ര സർക്കാർ സൗജന്യമായാണ് അരിയും ഗോതമ്പും നൽകുന്നത്. മഞ്ഞ റേഷൻ കാർഡിന് മാസം 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും സൗജന്യമായി നൽകുന്നു. പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി നൽകുന്നുണ്ട്. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത്, മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ 1600 രൂപ വിതരണം ആരംഭിച്ചു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒരു മാസത്തെയാണ് വിതരണം ചെയ്യുന്നത്. ഇതിനായി 817 കോടി രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത്. ഒരു ഗഡു പെൻഷൻ മാത്രമാണ് നൽകുന്നത്. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് 1600 രൂപ വീതം വിതരണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നു മുതൽ തന്നെ അക്കൗണ്ടുകളിൽ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഗുണഭോക്താക്കൾ അക്കൗണ്ടുകൾ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. 26 ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ ഈ ഒരു തുക എത്തിച്ചേരും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തിയും ഈ ഒരു പെൻഷൻ കൈമാറും. കേന്ദ്ര വിഹിതം കൂടി ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് 1300 രൂപയായിരിക്കും കൈകളിൽ ലഭിക്കുക. ബാക്കിയുള്ള 300 രൂപ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലായിരിക്കും ലഭ്യമാവുക എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്നും അതിപ്പോൾ ആക്റ്റീവാണ് എന്നുള്ളൊരു കാര്യവും ഉറപ്പുവരുത്തണം. അനർഹമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ ഗുണഭോക്താക്കൾക്കെതിരെയുള്ള നടപടികൾ തുടരുകയാണ്. ഇവരിൽ നിന്ന് 18% പലിശ സഹിതമാണ് ഈ ഒരു പെൻഷൻ തുക തിരിച്ചുപിടിക്കുക. അനർഹരായവർ കയറിക്കൂടാൻ സാഹചര്യം ഒരുക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടാകും. ഇനി അടുത്തതായി മറ്റൊരു അറിയിപ്പ് ശ്രദ്ധിച്ചിരിക്കേണ്ടത്, പിഴ ചുമത്തി 7 ദിവസത്തിനുള്ളിൽ വാഹന പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ 2000 രൂപ പിഴ ഈടാക്കിയത് 250 രൂപയായി കുറയ്ക്കാം. പിഴ ചുമത്തിയ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെയാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത്. കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലാണ് ഈ ഒരു വ്യവസ്ഥയുള്ളത്. പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള അറിഞ്ഞിരിക്കേണ്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കാൻ നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.